നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. പ്രകൃതിയെ ഈശ്വരനായി കണ്ട് ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തവരായിരുന്നു നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ. മനുഷ്യന്റെ നിലനിൽപ്പ് പ്രകൃതിയുടെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണെന്ന തത്വം ഭഗവാൻ വ്യാസൻ മഹാഭാരതത്തിൽ പലകുറി പല പ്രകാരത്തിൽ വിവരിക്കുന്നുണ്ട്. അധികമാരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഉപദേശം നമുക്കൊന്ന് പഠിക്കാം. മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ധർമ്മപുത്രർ തന്നിൽ നിക്ഷിപ്തമായ രാജ്യധർമ്മം യാതൊരു പിഴവും കൂടാതെ നിസ്വാർത്ഥമായി ധർമ്മത്തിൽ പൂർണ്ണമായും ഉറച്ചു നിന്നുകൊണ്ട് എങ്ങനെ നിർവഹിക്കാം എന്നതിനെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ നിറകുടമായ ഭീഷ്മ പിതാമഹനോട് ഉപദേശങ്ങൾ തേടുന്നു. മഹാഭാരതത്തിലെ അനുശാസന പർവത്തിലാണ് ഈ സന്ദർഭം. ധർമ്മപുത്രർ ചോദിച്ചു, അല്ലയോ പിതാമഹ, തടാകങ്ങളും ഉദ്യാനങ്ങളും നിർമ്മിക്കുക, വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നീ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ മഹത്വം എന്താണ്? തൻ്റെ പൗത്രന്റെ പ്രകൃതി സ്നേഹവും പ്രജാക്ഷേമ തൽപരതയും തിരിച്ചറിഞ്ഞ പിതാമഹൻ കാരുണ്യവും മാധുര്യവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു, മകനെ, ധർമ്മജ്ഞ, പൊതുജനങ്ങൾക്കായി തടാകങ്ങൾ നിർമ്മിക്കുന്നതും വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതും പുണ്യകർമ്മങ്ങൾ തന്നെയാണ്. അവർ 3 ലോകങ്ങളിലും പൂജ്യന്മാരായിത്തീരും. അവർക്ക് ദേവീദേവന്മാരുടെ കൃപ തടസ്സമില്ലാതെ ലഭിക്കും. തടാകങ്ങൾ നാടിനെ അഭിവൃദ്ധിയുണ്ടാകും. വർഷകാലങ്ങളിൽ ആരു നിർമ്മിച്ച തടാകത്തിൽ ധാരാളം ശുദ്ധജലം നിൽക്കുന്നുവോ അവർക്ക് അഗ്നിഹോത്രം യാഗം ചെയ്തതിൻ്റെ ഫലം ലഭിക്കും. ശരത്കാലത്ത് ജലം പ്രദാനം ചെയ്യുന്ന തടാകം നിർമ്മിച്ചയാൾക്ക് 1000 പശുക്കളെ ദാനം ചെയ്ത ഫലം ലഭിക്കുന്നു. ഹേമന്തകാലത്ത് ഏതു തടാകത്തിൽ ജലസമൃദ്ധിയുണ്ടോ അതിൻ്റെ നിർമ്മാതാവിന് സ്വർണം, വെള്ളി മുതലായവ ദാനം ചെയ്യുന്ന യജ്ഞം ചെയ്ത ഫലം സിദ്ധിക്കുന്നു. ശിശിരകാലത്ത് ജലം ധാരാളം പ്രദാനം ചെയ്യുന്ന തടാകം നിർമ്മിച്ച മഹാവ്യക്തിക്ക് അഗ്നിഷ്ടോമയാഗം ചെയ്ത പുണ്യം ലഭിക്കും. വസന്തത്തിൽ ജലം നിറഞ്ഞ തടാക നിർമ്മാതാവിന് അതിരാത്രം എന്ന യാഗം ചെയ്ത പുണ്യവും, വേനൽക്കാലത്ത് ജലസമൃദ്ധിയുള്ള തടാക നിർമ്മാതാവിന് അശ്വമേധയാഗം ചെയ്തതിൻ്റെ ഫലവും ലഭിക്കുന്നു. ഈ ജലാശയങ്ങളിൽ നിന്ന് ജലം പാനം ചെയ്യുന്ന സജ്ജനങ്ങളും ഗോക്കളും അതിൻ്റെ നിർമ്മാതാവിൻ്റെ കുലത്തിന് സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കുന്നതിന് കാരണഭൂതരാകും. ദാഹിച്ചു വരുന്ന യാത്രികന് ശുദ്ധജലം നൽകുന്ന മഹത്തായ പുണ്യം കർമ്മം തന്നെ. അതിൻ്റെ ഫലമായി ദാതാവിന് സർവാഭീഷ്ടങ്ങളും സാധിതമായി വരും. അതുപോലെ തന്നെ പുണ്യഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നതും വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതും. വൃക്ഷങ്ങൾ ഫലങ്ങൾ കൊണ്ട് പിതൃക്കളെയും തണൽ നൽകി തന്നെ ആശ്രയിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും പൂജിക്കുന്നു. തടാകങ്ങളുടെയും കുളങ്ങളുടെയും തീരങ്ങളിൽ വൃക്ഷങ്ങൾ വച്ചു പിടിപ്പിക്കുന്നവർക്ക് അനന്തമായ പുണ്യം ലഭിക്കും. ഇതുപോലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരും സത്യവചനം ചെയ്യുന്നവരും മുപ്പാരിലും പൂജ്യന്മാർ തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഋഷി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ വിശദീകരിച്ചിരിക്കുന്നത്. ഹരി ഓം നമഃ ശിവായ.